മാനവരാശിയുടെ രക്ഷയ്ക്കായി മാനവ ചരിത്രത്തിൻ്റെ തിരശീലയെ AD എന്നും BC എന്നും രണ്ടായി പിളർന്ന് സ്വർഗം വെടിഞ്ഞ് ഭൂമിയിൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഇമ്മാനുവേൽ, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. മനുഷ്യരൂപമെടുത്ത് പാപികളെ രക്ഷിപ്പാൻ വന്ന സാക്ഷാൽ ദൈവം തന്നെ ആയിരുന്നു. അത്യുന്നതന്റെ പുത്രനായ യേശു ക്രിസ്തു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. ശാലേം ഇടവക മിഷൻ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ദൃശ്യ വിസ്മയം ക്രിസ്തുവും ശിഷ്യരും സവിനയം സമർപ്പിക്കുന്നു. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശു പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാരെ ഒന്നൊന്നായി വിളിച്ചു. ശീമോൻ പത്രോസ്. ബെത്സൈദ സ്വദേശിയായ ശീമോൻ പത്രോസ് യോഹന്നാന്റെ മകനും അന്ത്രയോസിന്റെ സഹോദരനും ആയിരുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ശീമോനെ കർത്താവ് പത്രോസ് എന്ന് വിളിച്ച് തന്നോട് ചേർത്തു. അന്ത്യ അത്താഴ സമയത്ത് യേശുവിനാൽ കാൽ കഴുകപ്പെട്ട ശിഷ്യൻ ഗത്സമനെ തോട്ടത്തിൽ ക്രിസ്തുവിനോടൊപ്പം പ്രാർത്ഥിക്കുവാൻ പോയി ഉറങ്ങിപ്പോയ ശിഷ്യരിൽ ഒരാൾ യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും 3 പ്രാവശ്യം തള്ളിപ്പറയുകയും ചെയ്തു. എൻ്റെ ആടുകളെ മേയിക്ക എന്ന നിയോഗം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനാൽ ലഭിച്ച ശിഷ്യൻ തൻ്റെ ഭാര്യയുടെ മരണശേഷം നീറോ ചക്രവർത്തിയുടെ കാലത്ത് തൻ്റെ ആഗ്രഹപ്രകാരം ക്രിസ്തു മരിച്ചതുപോലെ മരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായി ക്രൂശിക്കപ്പെട്ട അരുമശിഷ്യനായ ശീമോൻ പത്രോസ് താൻ എഴുതിയ 2 ലേഖനങ്ങളിലൂടെ ഇന്നും ജീവിക്കുന്നു. അന്ത്രയോസ്, ആൻഡ്രു. യോഹന്നാൻ സ്നാപകനിലൂടെ യേശു ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കിയ ഒന്നാമത്തെ ശിഷ്യൻ. പക്ഷേ ഒരിക്കലും ഒന്നാമനാകുവാൻ ആഗ്രഹിക്കാത്ത ശിഷ്യനായ അന്ത്രയോസ് തൻ്റെ സഹോദരനായ പത്രോസിനെ യേശുവിന് പരിചയപ്പെടുത്തി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാൻ ആ ബാലനെ യേശുവിൻ്റെ സമീപം എത്തിച്ച ശിഷ്യൻ. ഗ്രീസ്, ഏഷ്യ മൈനർ, ഉക്രൈൻ, സിറിയ എന്നിവിടങ്ങളിൽ സുവിശേഷം അറിയിച്ചു. പെട്രാസ് എന്ന സ്ഥലത്ത് വെച്ച് എക്സ് ആകൃതിയിലുള്ള കുരിശിൽ തൂക്കപ്പെട്ടു. ഈ എക്സ് ഷേപ്ഡ് ക്രോസ് സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്ന് അറിയപ്പെടുന്നു. സ്കോട്ടിഷ് ഫ്ലാഗിൽ ഈ ക്രോസ് ആലേഖനം ചെയ്തിരിക്കുന്നു. യാക്കോബും യോഹന്നാനും. ജെയിംസ് ആൻഡ് ജോൺ. ബെത്സൈദ സ്വദേശികളായ സെബദി ശലോമി ദമ്പതിമാരുടെ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഇടിമക്കൾ ബോവനേർഗസ് എന്ന് അറിയപ്പെടുന്നു. യേശുവിൻ്റെ വിളി കേട്ട് മീൻപിടുത്തം ഉപേക്ഷിച്ച് പിന്നാലെ അനുഗമിച്ചു. യേശുവിൻ്റെ വലതും ഇടതും ഇരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. യാക്കോബ് ക്രിസ്തു ശിഷ്യരിൽ ആദ്യം രക്തസാക്ഷിയായി. അഗ്രിപ്പ രാജാവിൻ്റെ ആജ്ഞപ്രകാരം AD 44 ശിരച്ഛേദം ചെയ്യപ്പെട്ട ശിഷ്യനായിരുന്നു യാക്കോബ്. യേശു തൻ്റെ അമ്മയെ ഭരമേൽപ്പിച്ച ശിഷ്യനാണ് യോഹന്നാൻ. ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി അവിടെ വച്ച് വെളിപാട് പുസ്തകം AD 90-നും 96-നും ഇടയിൽ രചിച്ചു. കൂടാതെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 ലേഖനങ്ങൾ ഇവ അദ്ദേഹത്താൽ രചിക്കപ്പെട്ടു. ഫിലിപ്പ്.
ബെത്സൈദ സ്വദേശിയും മീൻപിടുത്തക്കാരനുമായ ഫിലിപ്പോസ്. യേശുവിന്റെ ശിഷ്യനാകുവാൻ നഥനയേലിനെ ഉപദേശിച്ച ശിഷ്യൻ. ഗ്രീസ്, സിറിയ, ഏഷ്യ മൈനർ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചു. ഹിരാപോലിസിൽ വച്ച് വസ്ത്രമുരിഞ്ഞ് തോലുരിച്ച് ശരീരത്തിൽ മുറിവ് ഉണ്ടാക്കി രക്തം ചീന്തി തല കീഴാക്കി ക്രൂശിൽ AD 80 രക്തസാക്ഷിയായി തീർന്നു. ബർത്തലോമിയും തോൽമായിയുടെ മകനും നഥനയേൽ എന്നും അറിയപ്പെടുന്ന ഗലീലയിലെ കാനാ സ്വദേശിയായ ബർത്തലോമായി ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. ഏഷ്യ മൈനർ, അർമേനിയ, പൊന്തോസ്, ഫ്രിഗ്യ, പംഫുല്യ, സിറിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചു. AD 70 അർമേനിയയിൽ വെച്ച് ശരീരത്തിലെ തൊലി ഉരിച്ച് ജീവനോടെ അദ്ദേഹത്തെ ദഹിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം കർത്താവിനു വേണ്ടി രക്തസാക്ഷിയായി. തോമസ്. ഗലീല സ്വദേശിയായ തോമസ് ദിദിമോസ് എന്നും ഡൗട്ടിംഗ് തോമസ് എന്ന പേരിലും വിളിക്കപ്പെട്ടിരുന്നു. ഇരട്ട സഹോദരൻ ആദായി. ക്രിസ്തുവിനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് സഹശിഷ്യരോട് ആഹ്വാനം യാക്കോബ് എന്നും അറിയപ്പെടുന്നു. യാക്കോബിന്റെ ലേഖനം അദ്ദേഹത്താൽ രചിക്കപ്പെട്ടതാണ്. യെരുശലേം, യഹൂദ്യ, സിറിയ, ഫൊയ്നീക്യ, ഈജിപ്ത് എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചു. AD 62 യെരുശലേമിൽ വെച്ച് കല്ലെറിഞ്ഞും ഗദ കൊണ്ട് അടിച്ചു കൊന്നും എന്നും പറയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്നു. തദ്ദാവൂസ്. ഗലീലക്കാരനായ യാക്കോബിന്റെ മകനെന്നും യൂദ എന്ന പേരിലും തദ്ദാവൂസ് അറിയപ്പെടുന്നു. എരിവുകാരനായ ശീമോനോടൊപ്പം പ്രവർത്തിച്ചു. യൂദ എന്ന പേരിൽ ലേഖനം എഴുതി. ലെബാനോൻ, സിറിയ, മെസൊപ്പൊട്ടോമിയ, എഡേസ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചു. AD 65 ലെബാനോനിലെ ബെയ്റൂട്ട് എന്ന സ്ഥലത്ത് വെച്ച് അടിച്ചു കൊന്നു. അങ്ങനെ അദ്ദേഹം ക്രിസ്തുവിന്റെ രക്തസാക്ഷിയായി. ശീമോൻ, സൈമൺ ദ സീലോട്ട്. കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയ
യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി കണ്ട് യേശുവിനെ അനുഗമിച്ച ഗലീലയിലെ കാനാ സ്വദേശിയായ ശീമോൻ എരിവുകാരുടെ കൂട്ടത്തിൽ പെട്ട ആളായിരുന്നു. സുവിശേഷം അറിയിക്കുന്നതിലും എരിവുകാരൻ ആയിരുന്നു. ഈജിപ്ത്, ആഫ്രിക്ക, ബ്രിട്ടൻ, പേർഷ്യ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചു. AD 70 പേർഷ്യയിൽ വെച്ച് ക്രൂശിൽ തറച്ച് കൊന്നു എന്നും വാൾ കൊണ്ട് രണ്ടായി മുറിച്ച് കൊന്നു എന്നും പറയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം ക്രിസ്തുവിന്റെ രക്തസാക്ഷിയായി. ഇസ്കരിയോത്ത് യൂദ. യഹൂദ്യയിലെ കെരീത്ത് ദേശത്തെ സൈമൺ ഇസ്കരിയോത്തിന്റെ മകനായ ഇസ്കരിയോത്ത് യൂദ ശിഷ്യന്മാരുടെ പണസഞ്ചി സൂക്ഷിപ്പുകാരനായിരുന്നു. അത്യാഗ്രഹി, വഞ്ചകൻ എന്നും അറിയപ്പെടുന്നു. അത്യാഗ്രഹം മൂത്ത് പണക്കൊതിയനായ യൂദ 30 വെള്ളിക്കാശിനു വേണ്ടി തന്റെ ഗുരുവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ. അക്കൽദാമ, രക്തനിലം എന്ന അർത്ഥമുള്ള സ്ഥലത്ത് കുറ്റബോധത്താൽ കെട്ടിഞ്ഞാന്ന് ചത്തു. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. വരീൻ കുഞ്ഞുങ്ങളെ, നമുക്ക് പെസഹ ആചരിപ്പാനുള്ള സമയമാകുന്നു. യേശു കൽപ്പിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ യേശു 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിൽ ഇരുന്നു. യേശു താൻ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ തൻ്റെ കൈകളിൽ കാസ എടുത്തു, സ്തോത്രം ചൊല്ലി വാഴ്ത്തി ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തമാകുന്നു. ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ മരണത്തിൻ്റെ പങ്കാളികൾ ആകുന്നു. എന്നാൽ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ അത്യന്തം ദുഃഖിച്ചു. എന്നോട് കൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും.
ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി. ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകൻ. സന്നദ്ധ സുവിശേഷ സംഘം ദർശന സാക്ഷാത്കാരത്തിൻ്റെ 100 വർഷം തികയുന്ന ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഓരോ മർത്തോമക്കാരനും കർത്താവിൻ്റെ ശിഷ്യഗണത്തിലെ സുവിശേഷ വാഹകർ എന്ന ഈ ദൗത്യം നിർവഹിക്കുവാൻ നമ്മൾ സന്നദ്ധരും. ലോക പ്രശസ്തി ആർജിച്ച ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴം എന്ന ചിത്രാവിഷ്കാരം ജൈവ സ്പന്ദനത്തോടെ നിങ്ങളുടെ മുൻപിൽ ദ വേൾഡ് ഫേമസ് ആർട്ടിസ്റ്റ് ലിയോണാർഡോ ഡാ വിഞ്ചി's The Live Portrait presented before you by Shalem Edavukation Mission.